ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ ടോപ്പിക്ക് വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡാണ്. അപ്പോൾ ഇന്ന് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷനാണ്. ആദ്യം വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. WBM എന്നാണ് അതിന് ഷോർട്ടാക്കിയിട്ട് പറയാം, WBM റോഡ്. അപ്പോൾ WBM റോഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ്. ഈ ഒരു ടൈപ്പ് റോഡാണ് നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഈ ഒരു ടൈപ്പ് റോഡാണ്. ഇതിൽ ചെറിയ വല്ല ടോപ്പ് ലെയറിലൊക്കെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊടുത്തിട്ട് ചെറിയ വല്ല വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ ബേസായിട്ട് ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ വാട്ടർ ബൗണ്ട് മെക്കാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ബൗണ്ട് മെക്കാഡം ഇസ് എ ടൈപ്പ് ഓഫ് ഫ്ലെക്സിബിൾ പേവ്മെൻറ്റ് ഇൻ വിച്ച് ദ ബേസ് ആൻഡ് സർഫസ് ലെയർ കണ്ടെയ്ൻസ് ക്രഷ്ഡ് സ്റ്റോൺ or broken rock pieces and materials are well interlocked with the help of a mechanical roller. ഈ ഒരു ടൈപ്പ് റോഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രഷ്ഡ് സ്റ്റോൺ അല്ലെങ്കിൽ ബ്രോക്കൺ റോക്ക് പീസസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുക. നമ്മുടെ സർഫസിൽ സ്പ്രെഡ് ചെയ്തിട്ട് നല്ലപോലെ അത് ലോക്ക് ചെയ്യണം, ഇൻ്റർലോക്ക് ചെയ്യണം. എങ്ങനെ ഇൻ്റർലോക്ക് ചെയ്യുന്നത്? മെക്കാനിക്കൽ റോളർ വെച്ചിട്ട് റോൾ ചെയ്തിട്ടാണ് നല്ലപോലെ ഇൻ്റർലോക്ക് ചെയ്യുക. പിന്നെ ഈ ഇൻ്റർലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? ചെറിയ ചെറിയ വോയിഡ്സ് ഉണ്ടാവും. അപ്പോൾ ഈ വോയിഡ്സൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് സ്ക്രീനിങ് അതുപോലെ ബൈൻഡിങ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ്. ഈ സ്ക്രീനിങ്ങിൻ്റെയും അതുപോലെ ബൈൻഡിങ് മെറ്റീരിയൽസിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് വാട്ടറും കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നല്ലപോലെ കോമ്പാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതാണ് ഒരു ജനറൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡിൻ്റെ ജനറൽ പ്രൊസീജിയർ ഇത്ര മാത്രമാണ്. ലെവൽ ചെയ്തിട്ട് നമുക്ക് വേണ്ട ക്രഷ്ഡ് സ്റ്റോണോ ബ്രോക്കൺ റോക്ക് പീസസൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് റോൾ ചെയ്തിട്ട് നല്ലപോലെ ഇൻ്റർലോക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ സ്ക്രീനിങ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബൈൻഡിങ് മെറ്റീരിയൽസാണ് അതിനിടയിലുള്ള വോയിഡ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് വാട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ കോമ്പാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇതിൽ വരുന്ന മെയിൻ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കോഴ്സ് അഗ്രിഗേറ്റ്, സ്ക്രീനിങ് മെറ്റീരിയൽ, ബൈൻഡിങ് മെറ്റീരിയൽ. കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബ്രോക്കൺ സ്റ്റോൺസ് അല്ലെങ്കിൽ ക്രഷ്ഡ് അഗ്രിഗേറ്റ് തന്നെയാണ് കോഴ്സ് അഗ്രിഗേറ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദ അഗ്രിഗേറ്റ് യൂസ്ഡ് ഫോർ എവറി ലെയർ ഓഫ് ദ വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ് കൺസ്ട്രക്ഷൻ ഷുഡ് ബി വെൽ ഗ്രേഡഡ്. ഈ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് അല്ലെങ്കിൽ സ്റ്റോൺസ് വെൽ ഗ്രേഡഡ് ആയിരിക്കണം, അതുപോലെ തന്നെ സ്ട്രോങ് ആയിരിക്കണം, ഹാർഡ് ആയിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം. ഓക്കെ, പിന്നെ ഇതിൽ കൂടുതലായിട്ട് ഫ്ലേക്കി പാർട്ടിക്കിൾസ് ഒന്നും കൂടുതൽ ഉണ്ടാവാൻ പാടില്ല നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കൺ സ്റ്റോൺസിൽ. നെക്സ്റ്റ് മെറ്റീരിയൽ പറഞ്ഞത് സ്ക്രീനിങ് ആണ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് അഗ്രിഗേറ്റിനേക്കാൾ കുറച്ച് സൈസ് കുറവുള്ള, നമ്മൾ സാധാരണഗതിയിൽ ഫൈൻ അഗ്രിഗേറ്റ് പറയുമ്പോൾ നല്ലപോലെ സൈസ് കുറവല്ലേ, അത്രയും സൈസ് കുറവാവേണ്ട, എന്നാലും കോഴ്സിനേക്കാൾ കുറച്ചുകൂടെ സൈസ് കുറവായിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ സ്ക്രീനിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? കോഴ്സ് അഗ്രിഗേറ്റ് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് അത് റോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള വോയിഡ്സിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു ഫിൽ ദ വോയിഡിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്രീനിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെറ്റീരിയൽ നമ്മൾ പറഞ്ഞത് ബൈൻഡിങ് മെറ്റീരിയലാണ്. ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് പാറപ്പൊടിയൊക്കെ ഇല്ലേ, ക്രഷ്ഡ് റോക്ക്, അതിൻ്റെ പൗഡർ ഫോമൊക്കെയാണ് സാധാരണയായിട്ട് ബൈൻഡിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്ക്രീനിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആ മെറ്റീരിയലിന് ഒരു ക്രഷബിൾ പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ സ്ക്രീനിങ് കൊടുത്തിട്ട് നമ്മളത് കോമ്പാക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് ക്രഷബിൾ പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ പൊടിഞ്ഞിട്ട് അത് അതിൻ്റെ ഇടയിലുള്ള വോയിഡ്സിലൊക്കെ അതിന് സ്വയം ഫില്ലാവും. അപ്പോൾ പിന്നെ വേറെ ഒരു ബൈൻഡിങ് മെറ്റീരിയൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത കേസിൽ നല്ല ഹാർഡായിട്ടുള്ള സ്ക്രീനിങ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്രഷ്ഡ് റോക്ക് പൗഡേഴ്സ് ഇല്ലേ, അതെന്ത് ചെയ്യണം? ബൈൻഡിങ് മെറ്റീരിയലായിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി പ്രൊസീജിയറാണ് പറയുന്നത്. WBM റോഡിൻ്റെ കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ. ഈ 10 സ്റ്റെപ്പാണുള്ളത് ഈ കൺസ്ട്രക്ഷൻ മെത്തേഡിൽ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. സബ്ഗ്രേഡ് ഓർ ഫൗണ്ടേഷൻ പ്രിപ്പറേഷൻ വർക്ക്. സബ്ഗ്രേഡ് പ്രിപ്പയർ ചെയ്യാണ്. സബ്ഗ്രേഡ് ലെയറാണ് ഏറ്റവും താഴത്തെ ലെയർ എന്നറിയാം. റോഡിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഏറ്റവും താഴെയുള്ള ലെയർ വരുന്നത് ഏതാണ്? സബ്ഗ്രേഡാണ്.
The required filling and cutting are done to bring the desired reduced level of ground. നമുക്ക് ആദ്യം ഏത് ലെവലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഫില്ല് ചെയ്യണോ വേണ്ടത്, അവിടെ എർത്ത് ഫില്ല് ചെയ്യണമെങ്കിൽ ഫില്ല് ചെയ്യുക, അല്ല കട്ട് ചെയ്യണോ വേണ്ടതെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ആ ഒരു ലെവൽ അവിടെ കീപ്പ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്രിപ്പറേഷൻ ഓഫ് ദിസ് സബ്ഗ്രേഡ് ലെയർ ഫോർ ദ ഗ്രേഡ് ആൻഡ് ക്യാമ്പർ ആൻഡ് ഡസ്റ്റ് ആൻഡ് അതർ ലൂസ് മെറ്റീരിയൽസ് ഈസ് ക്ലീൻഡ് അപ്പ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അറിയാം ഗ്രേഡിയേഷൻ ഏതാണോ, അതുപോലെ ഗ്രേഡിയൻ്റ് ഏതാണോ, അതുപോലെ ക്യാമ്പർ എത്ര പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ക്യാമ്പർ എത്രയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാമ്പർ അവിടെ പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ സബ് ഗ്രേഡ് മുതൽ തന്നെ എന്ത് ചെയ്യണം, ക്യാമ്പറും ആ ഗ്രേഡിയൻറ്റും പ്രൊവൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എത്രയാണ് ക്യാമ്പർ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ക്യാമ്പർ അവിടെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അതുപോലെ അവിടെ ഡസ്റ്റി മെറ്റീരിയൽസ് അതുപോലെ ലൂസായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു നമ്മുടെ ആ ഒരു റോഡ് ലെവലിൽ അവിടുന്ന് എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. The level of the foundation must possess a high degree of uniformity, required cross-section and elevation along with the well-drained condition. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്രയാണ് ആ ഒരു ലെവൽ, ഫൗണ്ടേഷൻ്റെ ലെവൽ എത്രയാണോ ആ ഒരു ലെവൽ നമ്മൾ യൂണിഫോമായിട്ട് ലെങ്ത്തിൽ എന്ത് ചെയ്യണം, അത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ റോഡിൻ്റെ ക്രോസ് സെക്ഷൻ ഒരു സൈഡിൽ ക്രോസ് സെക്ഷൻ്റെ ആ ഒരു ഓരോ ലെയറിൻ്റെ ഡെപ്ത്ത് വേറെ, അത് കഴിഞ്ഞ് കുറച്ചാണ് മാറുമ്പോൾ വേറൊരു ക്രോസ് സെക്ഷൻ, അങ്ങനെ കിട്ടാൻ പാടില്ല. ഒരേ ഒരു ക്രോസ് സെക്ഷൻ ആയിരിക്കണം, എലിവേഷനും ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പാണ് ലേയിങ് ആൻഡ് ഫിക്സിങ് സ്റ്റീൽ ബാർസ് ആസ് ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ്. The lateral reinforcement or confinement is constructed before the laying of different layers of water-bound macadam materials. Before laying of aggregates, the shoulders have a thickness similar to the WBM rod. ഇപ്പോൾ നമ്മൾ റോഡിൻ്റെ രണ്ട് സൈഡിലും കൊടുക്കുന്ന ആ ഒരു ചെറിയൊരു ഇതില്ലേ, അതിനെ നമ്മൾ എന്ത് പറയുക, ഒരു കുറച്ച് ഭാഗം ഉണ്ടാവാറില്ലേ, ഈ ക്യാരേജ് വേയും പിന്നെ അതിൻ്റെ കൂടെ ആ ഷോൾഡറില്ലേ, രണ്ട് സൈഡിൽ ഷോൾഡർ കൊടുക്കാറില്ലേ, ആ ഒരു ഭാഗത്തെ ആ ഒരു ഷോൾഡറിനും ഈ ഒരു WBM റോഡിന് എത്ര തിക്നെസ്സാണോ അത്ര തിക്നെസ് തന്നെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടെ എർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം ഫില്ല് ചെയ്തിട്ട് ഈ ഒരു റോഡിൻ്റെ ആ ഒരു സെയിം തിക്നെസ്സിൽ കൊണ്ടെത്തിക്കണം. ബട്ട് ഇഫ് ദ സോയിൽ ഈസ് അൺസ്റ്റേബിൾ ആൻഡ് ദ റോഡ് ഈസ് അറ്റ് ഹയർ elevation or required to be filled, then the retaining wall can be constructed as lateral confinement. അപ്പോൾ ഇവിടെ നമുക്ക് ലാറ്ററൽ കൺഫൈൻമെൻ്റ് ആയിട്ട് നല്ല ഹൈ എലിവേഷനിലാണ് റോഡ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ റീറ്റെയിനിങ് വാളാണ് അവിടെ ലാറ്ററൽ കൺഫൈൻമെൻറ്റ് അല്ലെങ്കിൽ ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഹയർ എലിവേഷനിലാണ് റോഡ് എന്നുണ്ടെങ്കിൽ, അല്ല സാധാരണയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ രണ്ട് ഷോൾഡർ ഉണ്ടല്ലോ, ആ ഷോൾഡറിൻ്റെ ആ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ രണ്ട് സൈഡിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ കോഴ്സ് അഗ്രിഗേറ്റൊക്കെ ലേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് സൈഡിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ഇതിനൊരു സപ്പോർട്ടായിട്ട് അവിടെ ആക്ട് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് സ്പ്രെഡിങ് ദി കോഴ്സ് അഗ്രിഗേറ്റ്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഈ ഒരു അഗ്രിഗേറ്റിനുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തു, റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, സ്പ്രെഡിങ് ദി കോഴ്സ് അഗ്രിഗേറ്റ് സ്പ്രെഡ് ചെയ്യണം. To spreading the coarse aggregates over the surface of the subgrade, the lumped mass of coarse aggregates is stacked at the definite interval of the road through the required length of the road to be constructed. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പല ഭാഗത്തും റോഡ് കൺസ്ട്രക്ഷൻ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ലെവൽ ചെയ്ത് ക്യാമ്പറൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ക്രഷ്ഡ് അഗ്രിഗേറ്റ് കൊടുത്തിട്ട് കളക്ട് ചെയ്ത് വെക്കുന്നത് ഈ റോഡിൽ എന്ത് ചെയ്യും, ഓരോ ലംബായിട്ട് കൊടുന്നിങ്ങനെ ഇടുന്നത് കണ്ടിട്ടില്ലേ, മാസ് ലംബായിട്ട് ഓരോ ലോഡ് ഇങ്ങനെ കൊടുന്ന് തട്ടുന്നത് കണ്ടിട്ടില്ലേ, കുറച്ച് ഇടവിട്ടിട്ട് അങ്ങനെ കൊടുന്നിട്ട് ആദ്യം എന്ത് ചെയ്യുക, കോഴ്സ് അഗ്രിഗേറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക. Then the coarse aggregates are evenly spread on a subgrade base with the help of different types of machinery like ബുൾഡോസർ എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ കൊണ്ടുവന്നിട്ടുള്ള അഗ്രിഗേറ്റിനെ നമ്മൾ സ്പ്രെഡ് ചെയ്യണം, ഈവൻലി സ്പ്രെഡ് ചെയ്യുക. The total number of layers and thickness of aggregates depends on the details of pavement design. The thickness of every layer should be such that after compaction it gives a 7.5 cm thick layer.
അപ്പോൾ നമ്മൾ എത്ര ലെയർ കൊടുക്കണം, അതുപോലെ എത്രയാണ് തിക്നെസ് കൊടുക്കേണ്ടത്, അഗ്രിഗേറ്റിൻ്റെ തിക്നെസ് എത്ര കൊടുക്കണം എന്നുള്ളതൊക്കെ അവിടുത്തെ ഒരു പേവ്മെൻറ്റ് ഡിസൈൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സാധാരണയായിട്ട് നമ്മൾ കൊടുക്കാറ് കോമ്പാക്റ്റ് ചെയ്ത് നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് അത് കോമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ് 7.5 സെൻറ്റിമീറ്റർ തിക്നെസ് വേണം. ഓക്കെ, ഇനി അത് പറയുന്നത് ഓർഡിനറി റോഡ്സ്, നമ്മൾ സാധാരണയായിട്ട് കാണുന്ന റോഡ്സിലാണ് 7.5 സെൻറ്റിമീറ്റർ തിക്നെസ്. മേജർ സ്പെഷ്യൽ റോഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 150 mm വേണം തിക്നെസ്. 2 ലെയേഴ്സ് ഓഫ് 150 mm ആണ് കൊടുക്കുക. അതെങ്ങനെ കോമ്പാക്റ്റ് ചെയ്തതിന് ശേഷം പ്രൊവൈഡ് ചെയ്യുന്ന തിക്നെസ്സാണ് 150 mm എന്ന് പറയുന്നത്. Then the surface is checked from time to time to ensure the proper camber and grade of the road. ഓരോ ഇൻ്റർവെല്ലും ഓരോ തവണ കോമ്പാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൊടുത്തിട്ടുള്ള ഗ്രേഡിയൻറ്റും ക്യാമ്പറും യൂണിഫോം അല്ലെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അല്ല ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനവിടെ വേണ്ട കറക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ്, കോമ്പാക്ഷൻ ബൈ ഹെവി റോളർ. The process of rolling is carried out along the edges first and then moved to the center for the straight section of the road. സ്ട്രൈറ്റ് റോഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഡ്ജസ്ന്ന് വേണം എന്ത് ചെയ്യാൻ, റോളിങ് സ്റ്റാർട്ട് ചെയ്യാൻ. എഡ്ജസ്ന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ വന്നിട്ട് സെൻറ്റർക്ക് വരികയാണ് ചെയ്യുക. രണ്ട് സൈഡിൽ നിന്നും എഡ്ജസ്ന്ന് സ്റ്റാർട്ട് ചെയ്യുക, റോൾ ചെയ്ത് സെൻറ്ററിൽ എത്തണം. വേണ്ട സെൻറ്ററിൽ കുറച്ചൊരു ഹൈറ്റ് കൂടുതലായിരിക്കുമല്ലോ, ക്രൗൺ എന്നാണ് ആ ഭാഗത്ത് നമ്മൾ പറയുക അല്ലേ. ആ ഹൈറ്റ് കൂടിയ പോയിൻറ്റിനെ ക്രൗൺ എന്ന് പറയും. അങ്ങനെ കൊടുക്കാൻ കാരണം ക്യാമ്പർ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുക, ഒരു ഹൈറ്റ് കൂടുക എന്നൊക്കെ ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഇനി സൂപ്പർ എലിവേറ്റഡ് കർവ്സ് ആണെന്നുണ്ടെങ്കിൽ ഇന്നർ എഡ്ജിൽ എന്തായിരിക്കും, ലോവർ എഡ്ജിൽ ഹൈറ്റ് കുറവായിരിക്കും, ഔട്ടർ എഡ്ജിൽ കുറച്ച് ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇന്നർ എഡ്ജിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റോൾ ചെയ്തിട്ട് ഔട്ടർ എഡ്ജിലേക്ക് പോവുകയാണ് ചെയ്യുക. ടു ക്യാരി ഔട്ട് rolling in WBM roads, the vibratory rollers or 3-footed power rollers weighing 6 tons to 11 tons are used. വൈബ്രേറ്ററി റോളറോ അല്ലെങ്കിൽ 3-footed പവർ റോളറോ നമുക്ക് യൂസ് ചെയ്യാം റോളിങ്ങിന് വേണ്ടിയിട്ട്. The main objective of this rolling is to fix the coarse aggregate thoroughly over one to another. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഈ റോൾ ചെയ്യുക എന്നുള്ളതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോഴ്സ് അഗ്രിഗേറ്റുകൾ പരസ്പരം ആ ഒരു ലോക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് അപ്ലൈ ചെയ്ത് അത് റോൾ ചെയ്ത് സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ ആ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, ചെറിയ വോയിഡ്സ് ഉണ്ടാവും. ആ വോയിഡ്സ് നമ്മൾ ഫില്ല് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്രീനിങ് മെറ്റീരിയലാണ് അല്ലേ. കോഴ്സ് അഗ്രിഗേറ്റിനേക്കാൾ കുറച്ച് സൈസ് കുറവായിട്ടുള്ള സ്ക്രീനിങ് മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് സ്ക്രീനിങ് മെറ്റീരിയലാണ്. After the process of rolling is completed, screening material is applied to fill all the voids that remain between the aggregates after the compaction. അപ്പോൾ റോളിങ്ങിന് ശേഷം അവിടെ ഏതൊക്കെ വോയിഡ്സ് ആണെന്നുള്ളതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ക്രീനിങ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നത്. The quantity of screening is generally used to fill about 50% of the total voids. അപ്പോൾ എത്രത്തോളം വോയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫാണ് ഈ സ്ക്രീനിങ് മെറ്റീരിയൽ ഫില്ല് ചെയ്യുക. ബാക്കി ഹാഫ് ഫില്ല് ചെയ്യുന്നത് ഏതാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ബൈൻഡിങ് മെറ്റീരിയൽസ് ആണ് ഫില്ല് ചെയ്യുക. ഓക്കെ, ദ പ്രോസസ് ഓഫ് സ്പ്രെഡിങ്, ബ്രൂമിങ് ആൻഡ് റോളിംഗ് ഈസ് carried out simultaneously for each layer till the surface of coarse aggregate seems firm and well compacted without any voids. ഈ ഫൈൻ അഗ്രിഗേറ്റ്സിൻ്റെ അല്ലെങ്കിൽ സ്ക്രീനിങ് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പ്രെഡ് ചെയ്യണം, അതുപോലെ റോൾ ചെയ്യണം, ബ്രൂം ചെയ്യുകയും ചെയ്യണം. ഇത് എത്രത്തോളം പ്രാവശ്യം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തോന്നണം ഈ കോഴ്സ് അഗ്രിഗേറ്റൊക്കെ തമ്മിൽ നല്ലപോലെ കോമ്പാക്റ്റ് ചെയ്തിട്ട് അതിനിടയിൽ വോയിഡ്സ് ഒന്നും ഇല്ല എന്നുള്ളത് നമുക്ക് തോന്നുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിങ്ങനെ കണ്ടാൽ തോന്നുമല്ലോ അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ടെന്ന്. ആ ഒരു ഇത് വരുന്നത് വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. The screening is applied in 3 layers or even more than that as per the site condition. സാധാരണയായിട്ട് 3 ലെയേഴ്സിലാണ് ചെയ്യുക, പിന്നെ സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് മാറും. ആഫ്റ്റർ കോമ്പാക്ഷൻ, ബ്രൂമിങ് ഓഫ് ദി ഈച്ച് ലെയർ മസ്റ്റ് ബി ഡൺ to remove the uncompacted screening material.
ഇപ്പോൾ നമ്മൾ കോമ്പാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ചില കോമ്പാക്ഷനൊന്നും പെടാതെ ചില ചെറിയ ചെറിയ പീസ് കല്ലുകളോ ഒക്കെ അവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബ്രൂം ചെയ്ത് അടിച്ചു വാരി കളയണം. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രൗട്ടിംഗ് വർക്ക് ആൻഡ് സ്പ്രിംഗ്ലിംഗ് വർക്ക്. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് വെറ്റ് റോളിംഗ് ദ സ്ക്രീനിങ് മെറ്റീരിയൽസ്, the layer is water sprinkled and then again rolled so that the water erodes the surface finer and seeps and deposits it to the inner voids. ഇപ്പോൾ നമ്മൾ റോളിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രീനിങ് മെറ്റീരിയൽസിൻ്റെ റോളിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഒന്നും കൂടെ എന്ത് ചെയ്യണം, റോൾ ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്തിട്ട് റോൾ ചെയ്യുന്നത് ആ വെള്ളമൊക്കെ എന്ത് ചെയ്യണം, ഉള്ളിലുള്ള ഇന്നർ വോയിഡ്സിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. The water sprinkling and process of rolling continued until all the voids are filled. എല്ലാ വോയിഡ്സും ഫില്ല് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം. The quantity of water to be sprinkled is commonly dependent upon many factors such as size and nature of aggregate, type of surface desired, etc. അപ്പോൾ നമ്മൾ എത്രത്തോളം വാട്ടറാണ് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്യേണ്ടത് എന്നുള്ളത് അവിടുത്തെ ആ അഗ്രിഗേറ്റിൻ്റെ സൈസ്, നേച്ചർ, ആ സർഫസിൻ്റെ ടൈപ്പ് അതിനനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇഫ് ദ voids are still viewable, then an additional layer of screens can also be applied and properly compacted. നമ്മളിപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം എല്ലാ വോയിഡ്സും ഓൾമോസ്റ്റ് എല്ലാ വോയിഡ്സും ഫില്ലായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇല്ല, നമുക്ക് ഫില്ലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അഡീഷണൽ ലെയർ ഓഫ് സ്ക്രീനിങ്സും കൂടെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കോമ്പാക്റ്റ് ചെയ്യുക കൂടെ ചെയ്യണം. നെക്സ്റ്റ്, ബൈൻഡിങ് മെറ്റീരിയൽസ് ആപ്ലിക്കേഷൻ. At the time of rolling operation, the wheel of the roller should be continuously watered to wash out binding material that gets stuck the roller's wheel. നമ്മൾ റോളിങ് ചെയ്യുമ്പോൾ അതിൻ്റെ വീൽ എപ്പോഴും എന്ത് ചെയ്യണം, വാട്ടർ ചെയ്തുകൊണ്ടിരിക്കണം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമ്പോൾ വല്ല ബൈൻഡിങ് മെറ്റീരിയൽസ് എന്തെങ്കിലും സ്റ്റക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിങ്ങനെ വാട്ടർ ചെയ്തുകൊണ്ടിരിക്കുക. ആ വീല് റോളറിൻ്റെ ആ ഒരു റോളറില്ലേ അതൊന്ന് വാട്ടർ ചെയ്തുകൊണ്ടിരിക്കണം. The binding material is generally stone dust or lime dust depending upon the suitability and the requirements of WBM rod, which are applied in 2 or more consecutive thin layers. നമുക്ക് ഈ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് സ്റ്റോൺ ഡസ്റ്റ്, കല്ലുപൊടിയോ അതുപോലെ ലൈം ഡസ്റ്റൊക്കെയാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുക. എത്ര ലെയർ വേണം എന്നുള്ളത് സാധാരണയായിട്ട് 2 അതിലധികമോ ലെയേഴ്സായിട്ട് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ്, ലെവലിംഗ് ആൻഡ് ഡ്രൈയിങ് ഓഫ് സർഫസ്. നമ്മൾ ഈ റോളിംഗ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം അതെന്ത് ചെയ്യാൻ ഒരു ക്യൂറിങ്ങിന് വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് ആ ഒരു ദിവസത്തിന് ശേഷം പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും വല്ല ഡിപ്രഷൻസോ അണ്ടുലേഷൻസോ ഒക്കെ വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, again the adequate amount of screenings and binding materials can be spread and compacted. വീണ്ടും ഇതേപോലെ സ്ക്രീനിങ് എവിടെയും ഡിപ്രഷൻ ഉള്ളത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ കുഴികളോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് സ്ക്രീനിങ്ങും ബൈൻഡിങ് മെറ്റീരിയൽസും സ്പ്രെഡ് ചെയ്യുക, കോമ്പാക്റ്റ് ചെയ്യുക. ഓക്കെ. The WBM rod can be changed by using the upper courses as a bituminous mix as well, so that the easy rotting and disintegration of the surface are prevented. നമുക്ക് WBM റോഡിലുള്ള ഏറ്റവും അപ്പർ കോഴ്സില്ലേ അത് നമുക്ക് ബിറ്റുമിനസ് മിക്സ് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് ബിറ്റുമിൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, അപ്പർ കോഴ്സ് ഏറ്റവും മുകളിലുള്ള അപ്പർ കോഴ്സ് ബിറ്റുമിൻ വെച്ചിട്ട് ചെയ്യാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള കുഴികളും ചാലുകളും പിന്നെ അതുപോലെയുള്ള ക്രാക്കൊന്നും പെട്ടെന്ന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ WBM റോഡിൻ്റെ അപ്പർ കോഴ്സ് നമുക്ക് ബിറ്റുമിനസ് മിക്സ് വെച്ചിട്ട് ചെയ്യാം. ലാസ്റ്റ്, സൈഡ് ഷോൾഡർ ഫോർമേഷൻ. ഇപ്പം നമുക്ക് റോഡ് ലാസ്റ്റ് ലെയറും സെറ്റാക്കി. ഇനി എന്താ വേണ്ടത് വെച്ചാൽ 2 സൈഡിലും നമ്മൾ ഷോൾഡർ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ 2 സൈഡിൽ ഷോൾഡർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇതിന് ഈ ഒരു ലെയറിൻ്റെ ആ തിക്നെസ് വേണമെന്ന് മുമ്പ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എർത്ത് വെച്ചിട്ടോ ഫില്ല് ചെയ്യുക, എർത്തോ
അല്ല ഇനിയിപ്പോൾ ഈ ഒരു ഇതിൻ്റെ സെയിം മെറ്റീരിയൽ ആണെങ്കിൽ അത് വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, ഈ ഷോൾഡർ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ കോമ്പാക്റ്റ് ചെയ്യും ചെയ്യാം. ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ പ്രോപ്പർ ഡ്രൈയിങ് ആൻഡ് വിത്തൗട്ട് എനി ഡിപ്രഷൻസ് ദ റോഡ് ഈസ് ദെൻ മെയ്ഡ് അപ്പ് ഫോർ ദി ഓപ്പൺ ഫോർ ദി ട്രാഫിക്. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിപ്രഷൻസ് ഒന്നും ഇല്ല എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം ഇതെന്ത് ചെയ്യുക, ട്രാഫിക്കിന് തുറന്നു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കൺസ്ട്രക്ഷൻ പറഞ്ഞത്. WBM റോഡിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ് 10 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ ഈ ഒരു 10 സ്റ്റെപ്പ് നല്ലപോലെ പഠിക്കുക. ഓരോ സ്റ്റെപ്പിലും എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക.